ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുടി കൊഴിച്ചിലിനും അതുപോലെ താരൻ, അതിൻ്റെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയൊരു അടിപൊളി ഓയിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ള ആവശ്യമായ സാധനങ്ങളാണ് കറ്റാർവാഴ, ചുവന്നുള്ളി, പിന്നെ മൈലാഞ്ചിയുടെ ഇല, പിന്നെ തുളസിയില, കറിവേപ്പില, ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്പരത്തിയുടെ ഇതും കൂടെ വേണം. പൂവ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഓരോന്നും എടുത്തിട്ട് കുറച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് അരയ്ക്കണതിൻ്റെ ഒപ്പം വെള്ളമൊന്നും തീരെ ആവാണ്ടത് മിക്സിയൊക്കെ നന്നായി തുടച്ചെടുക്കണം. അപ്പം നമ്മൾ ഇത്തിരി ഉലുവ ഇട്ടിട്ടാണ് അരയ്ക്കണം, ഒന്ന് നന്നായി അരയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ഇതിലാവും നമുക്ക് അരഞ്ഞ് കിട്ടുക. അങ്ങനെ നമ്മൾ എല്ലാത്തിലും ലാസ്റ്റ് കറ്റാർവാഴയാണ് നമ്മൾ അരച്ചത്. അതാണ് ഇങ്ങനെ ഒരു വെള്ളം പോലെ, അല്ലാണ്ട് നമ്മൾ വേറെ ഒരു തരി വെള്ളം പോലും ഇതിൽ ചേർത്തിട്ടില്ല. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയൊന്ന് മിക്സ് ആക്കണം കേട്ടോ, എല്ലാതും ഒന്ന് ഇതിലാവുന്ന രീതിയിൽ. അതിനുശേഷം നമ്മൾ ഈ ഓയിൽ ഒഴിക്കുന്ന കുപ്പി തന്നെയാണ്, അതിൽ 1 ലിറ്റർ ഓയിലാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അത് കറക്റ്റ് അതിന് വേണ്ട അത്യാവശ്യം ചേരുവ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കണം ഫുൾ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചേക്കണം. അപ്പോൾ തീ നല്ല ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. നമുക്ക് പതിയെ പതിയെ ഇളക്കി കൊടുക്കുക, തിള വരണുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി തിളയ്ക്കുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലാണ്ട് ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. തീരെ കുറച്ച് വെക്കരുത്, നമ്മൾ നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നല്ല തിള വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ നല്ല പത വന്ന് തിളച്ചിട്ടില്ലേ, അത് ആ പതയൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ ഓയിൽ റെഡി ആവുക. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. തീ കൂട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, കുറച്ച് വെച്ച എണ്ണ ഇരുന്ന് വറ്റിപ്പോവും. അപ്പം നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ചൂടോടെ തന്നെ നമ്മൾ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ചൂടാറുന്നതോടും വയ്ക്കുന്നതോടും ഈ കൊറ്റനൊക്കെ ഈ ഓയിൽ വലിച്ചെടുത്തിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിലൊരു കുപ്പിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ